അപ്പോൾ ഗൈസ് നമ്മൾ വ്ളോഗ് തുടങ്ങാൻ പോണത് നമ്മൾ കൊച്ചി എയർപോർട്ടിലാണ്. നമ്മളിന്ന് പോകാൻ പോണ സ്ഥലങ്ങൾ ഉടനെ റിവീൽ ചെയ്യുന്നതായിരിക്കും. എവിടേക്കാന്ന് നമുക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ. ടിക്കറ്റ് എടുത്തിക്കണ ചെന്നൈക്കും ഡൽഹിക്കും ഒക്കെയാണ്. പക്ഷെ അവിടുന്ന് കുറേ സ്ഥലം പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ആരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസിൽ സമാൻ, ദ ഫേമസ് സെലിബ്രിറ്റി, ദ മാൻ, ദ മെറ്റ്സ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ആസാൻ, പട്ടച്ചങ്ക സമ്പൂർ, പിന്നെ മസിൽ പിടിച്ചിരിക്കണാണ് കിരൺ. മസിൽ പുള്ളി വിടുകയില്ല, കാരണം അറിയാം വീഡിയോ എടുക്കേണ്ടത്. പിന്നെ നിൽക്കണ മൈക്കൽ ജോർഡന്റെ പ്രതിബിംബമായി നിൽക്കുന്നതാണ് ആഷിഖ്. കൂടെ നിൽക്കണ തിരുപ്പൂർ ബിനോ. അവരെന്തോ ചെയ്യുന്നുണ്ട്, സംഭവമൊക്കെ കൊളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ട് നേരെ ഗേറ്റിലൂടെ അടക്കാണ്. ഗേറ്റിന് മുന്നേ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സമ്മർ ബോർഡിംഗ് പാസ് അഞ്ചെടുത്താ ഈ യാത്രയിൽ മെയിൻ ഹൈലൈറ്റ് സമ്രുവിന്റെ ഷൂസാണ്. സമ്രു ഷൂസ് കാണിച്ച ബൂട്ട്സ്, സമ്രുവിന്റെ ബൂട്ട്സ് ആണ്. സമ്രു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഈ ഷൂസ് ഇട്ട് ഇറങ്ങിയതാണ്. കെടുക്കുമ്പോൾ വരെ ഈ ഷൂസ് ആയിരുന്നാണ് ഇവർ പറയുന്നത്. ഒരു 2-3 കിലോ ഉള്ള ഷൂസ് ബാഗേജ് കൊള്ളാത്തോണ്ട് ഒറ്റയ്ക്ക് ഇട്ടടക്കാണ്. We are going to Delhi. We are going to പച്ചബദ്ധം. ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ട് ആഷിഖിന്റെ റേഞ്ച് അതാണ്. പച്ചബദ്ധം ചങ്ങായിയാണ്. വെറും നല്ല ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് ഞാൻ ആഷിഖിന് കുറച്ച് ക്ലോസ് ആക്കി പിടിക്കാം. ആഷിഖിന്റെ ഇംഗ്ലീഷിൽ ക്ലോസ് ആക്കി കേൾക്കാൻ വേണ്ടിട്ട്. Here is my close friend Basil Zaman. He is a real time psycho. He says psycho. All time psycho. Hey psycho, please tell me about the trip we are going to Kasol. Yeah, we are going to Kasol. We are going to Kasol. What we are planning to do, man? Basil, what we are planning to do there? Basil, what we are planning to do there? Please tell me. Because we are planning. ആഷിഖിന് സെക്യൂരിറ്റി ബുക്ക് ചെയ്യും. അങ്ങനെ വിട്ടിട്ടാൻ വേണ്ടിട്ട് ആഷിഖ് ഒരു പഴയ കാർ അത്ര പ്രായണ്ടല്ലേ അമ്മച്ചി. എല്ലാരും ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ആഷിഖ് നമ്മൾ മനഃപൂർവ്വം വേറെ സീറ്റ് ആക്കിയല്ലേ. ആഷിഖിനെ ഒഴിവാക്കാൻ പറ്റൊരു പാട് ശല്യം ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് വേറെ സീറ്റ് പറഞ്ഞാച്ചാണ്. ചെന്നൈ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്കൊരു സ്റ്റോപ്പ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പൊ നമ്മള് ചെന്നൈയിൽ ഡൽഹിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പയ്യൻ കുറച്ച് എനർജിയിലാണ്. ലഞ്ചിലൊക്കെ പോയി പവറിലാണ്. പിന്നെ നമ്മളെ സംഭവം ബാക്കില് മെയിൻ ഇതാ ആശികത ഇങ്ങനെ വർത്താനം പറയാ. ഞാൻ ഈ ഫോൺ എടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെയുള്ള കാരണം എന്താ വെച്ചാല് നമ്മളെ ഇർഫാന് ഫുഡ് 4 മുട്ടയും 26 സോസേജ്. സുഹൃത്തുക്കൾ കയറി ലോഞ്ചിൽ കയറി മേഞ്ഞപ്പോൾ എന്നുള്ള സീരീസിന്റെ പാർട്ട് 1 എപ്പിസോഡ് 1 ആണ്. ഇത് കട്ട് ചെയ്താലും ഇല്ലെങ്കിൽ ഇത് കേട്ടണം. കാരണം ഓഡിയൻസിന് ഏറ്റവും കഴിച്ച കാര്യങ്ങൾ 5 കോഴിമുട്ട, 10-12 സോസേജ് പീസ്, 12 ബാക്കി ആർക്കാ ഒരു 20, 3 ഗ്ലാസ് ഫാൻഡ, 3 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ്, ഒരു കോഫി 8 കോഫി കുടിച്ചില്ല, ഒരു ബനാന കേക്ക്, ഒരു റെയിൻബോ കേക്ക്, കുറച്ച് സാലഡ്. ഒരു കുടുംബത്തിന് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. എന്നോട് ബാസിലാണ് പറഞ്ഞത് മാക്സിമം പൈസ മുതലാക്കി കഴിക്കാൻ. അത് ലാസ്റ്റ് അവിടുന്ന് പോണ ആൾക്കാർ ഇവനക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് ഇവനക്ക് ഷെയ്ക്കാൻഡ് കൊടുത്ത് ബെസ്റ്റ് പെർഫോമർ ഈ ഷൈഖാൻ്റെ കൊടുത്തിട്ട് ഇർഫാനെ വിടുന്ന ഒരു രംഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഓഡിയൻസിന് ഇനിയും ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ഇർഫു ഷിബില വ്ളോഗ്സിനെ ഫോളോ ചെയ്യുക. പിന്നെ ടിൻഡിങ് ബട്ടൺ അമർത്തുക. ടിൻഡിങ്. ഞങ്ങളിപ്പോ
ഞങ്ങൾ ഡൽഹി മെട്രോയിലാണ്. ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി നേരെ മെട്രോയിൽ കയറി അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, സമ്പ്ര ഭയങ്കര ഹാപ്പിയാണ്. ഇല്ല സമ്പ്ര വെരി മച്ച് ഹാപ്പി. നമ്മുടെ ഷൂസ് എന്ന് വെച്ചാൽ ഈ എല്ലാ ഫ്രെയിമിൽ സമ്പ്രന്റെ ഷൂസ് വെരി എക്സ്പെൻസീവ്. ഇതിന് കല്ലടി മെഷീൻ എന്നാണ് ഇവിടെ പേരിട്ടിരിക്കണത്. Group of people came with us, Basil, Binu, Kiran and Ashik. ആഷിക്ക് വേറെ മോഡലാണ്. ആഷിക്ക് കിരണ നോക്കിയിട്ട് എന്തൊക്കെ കാട്ടുണ്ട്, കറിയിൽ എന്തോ ഉദ്ദേശം. ഓ, നല്ല മോഡലാണ്. സ്വിഗ്ഗിയിൽ എന്തോ ഓർഡർ ചെയ്യാനുള്ള പരിപാടിയാണ്. സ്വിഗ്ഗിയിൽ എന്തോ കൊത്താനുള്ള പ്ലാൻ. നമ്മളാകെ കഷ്ടപ്പെട്ട് ഇനി ബസ്സിലൊക്കെ കയറിയിട്ട് വേണം ഗൈസ് മണാലിക്ക് പോകാൻ. ആ കഷ്ടപ്പാടാണ്. അതെ, സമ്പ്രൂന് വയ്യാണ്ടിരിക്കണ, കണ്ണൊക്കെ അടിയൊക്കെ കറക്റ്റ്. സമ്പ്രൂന് തീരെ ഉറങ്ങാൻ പറ്റില്ല. കുറെ കഷ്ടപ്പെട്ട് ഫുഡ് ഒപ്പിച്ച് ബാസിലൊന്നും വയ്യ. ആസിലൊന്നും ഇറങ്ങിയിട്ടാണ് നടക്കുന്നത് ഡൽഹി കൂടി. ആശയ്ക്ക് പിന്നെ ആശയ്ക്ക് ഒരു പുറക്കുറമേലാണ് ഓടുന്നത്. അതുകൊണ്ട് ബസ്സിനോടി വഴി ഡൽഹിയിലോട്ടൊരു യാത്ര, 1.5 മണിക്കൂർ എടുത്തിട്ടൊരു അസ്ലം ബട്ടർ ചിക്കൻ. അതെ, അങ്ങനെ കുറെ ഫുഡിന്റെ ഇതിന്റെ പിന്നാലെ ഓടി കുറെ ടയേർഡായിട്ട് ബാക്കി നമുക്ക് കസോൾ എത്തും വിചാരിക്കും. രാവിലെ ആകുമ്പോഴത്തേന് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഡൽഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ പൊല്യൂഷൻ സത്യം പറഞ്ഞാൽ. ഇവിടെ വന്നതിൽ ചെറിയൊരു റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. പക്ഷെ മണാലി പോകാനാണല്ലോ ആലോചിക്കുമ്പോൾ സമാധാനം. നമ്മൾ വെറുതെ ഇവിടുത്തെ ഒരു വൈബ് പിടിക്കാൻ വന്നാണ്. കുഴപ്പമില്ല, കുറച്ച് പർച്ചേസിനൊക്കെ വളരെ ബെറ്റർ ഇവിടെയാണ്. അപ്പം അങ്ങനത്തെ രീതിയിൽ വന്നതാണ്. പിന്നെ തിരിച്ചു പോകുമ്പോഴും അതെ ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ സംഭവം എന്താ വരെ പറയാനുണ്ടോ? ഡൽഹിനെ കുറിച്ച് യാത്രക്കുള്ള ഒരു തുടക്കമാണ്. അതെ, പക്ഷെ ഞാൻ ഇവിടെ നെറ്റ് പറഞ്ഞോണ്ടിരിക്കണേ ഇവിടെ ആകെ ചൂടാണ്. ഈ വിന്ററിന്റെ ഒരു തണുപ്പൊന്നും ഇവിടെ എത്തിയിട്ടില്ല. കുഴപ്പമില്ല എന്നൊക്കെ പറയാനുള്ളൂ. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിവിടെ കസോളത്തിരിക്കാണ്. ഇവിടെ കൂടെ പുതിയൊരു അതിഥി കൂടിയുണ്ട്, ഫലു. ഫലു നമ്മളെ കൂടെ ഛത്തീസ്ഗഡിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ചണ്ഡീഗഡ് അങ്ങനെയും പറയാം. അപ്പൊ നമ്മള് 12 മണിക്കൂർ യാത്ര ബസ്സിൽ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ബസ്സുകളൊക്കെ നിർത്തിക്കുന്നുണ്ട്. നമ്മളിനി മല കയറാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ മലയുടെ മുകളിലേ. അപ്പൊ ഗായ്സ്, നമ്മള് കസോളിന്റെ ഹൃദയഭാഗത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിനി ഇവിടുന്ന് തോഷിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മുടെ വാഹനം എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറുമ്പോൾ തന്നെ മനസ്സിലാവും. ഫുള്ള് പൈൻ ട്രീസ് ആണ് ഉള്ളത്. നമ്മള് പാർവതി വാലിയാണ് എത്തിയിരിക്കുന്നത്. ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആശിക്കണ ലബനം എന്റെ കണ്ട അത് മാറിക്കണേ കണ്ട. ബാക്കില് ഹിൽസ് ഒക്കെ കാണാം, വലിയ വലിയ മലകള്. ഞാൻ ശരിക്ക് ബാക്ക് വിട്ട് കാണിച്ചു തരാം. ഇതാണ് പാർവതി വാലി. ഇവിടുന്ന് ബാക്ക് നോക്കി കാണാം, നല്ല ഹിൽസ് കാണാം, അടിപൊളിയാണ്, നല്ല കിടിലം വ്യൂ ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം മഞ്ഞൊന്നുമില്ല. മഞ്ഞൊക്കെ വേറെ ലുക്കാണ്. പക്ഷെ നമ്മൾ മഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ പിന്നെ കവർ ചെയ്യും. പിന്നെ വില്ലേജിൻ്റെ വൃത്തിയൊന്നും ആരും നോക്കിയിട്ട് കാര്യമില്ല. ഇതാണ് ഇവിടെ ഒരു ചെറിയൊരു വില്ലേജാണ്. നമ്മൾ കസോൾ മണാലിയൊക്കെ വരണമെന്ന് പറയുമ്പോൾ എല്ലാവരും മൈൻഡിൽ എങ്ങനെ ഉണ്ടാവുക എന്നറിയില്ല. പക്ഷേ എല്ലാം വില്ലേജസാണ്. അപ്പോൾ മെയിൻലി ഉണ്ടാവുക പറയുമ്പോൾ ഈ പ്രകൃതി രമണീയത, ഇങ്ങനത്തെ ഓരോ രമണീയതൊക്കെ ഉണ്ടാവുക. അങ്ങനെ പിന്നെ വെതറാണ് മെയിൻ. വെതർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ 4-3 ഡിഗ്രീസും കണ്ടുള്ളൂ. നല്ല തണുപ്പാണ്. പിന്നെ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വേണം വരാൻ. അപ്പോൾ ആഷിക്കിൻ്റെ കോലം കണ്ടില്ല. പക്ഷെ ആഷിക്കിനൊന്നും ഏൽക്കൂല. കാരണം ആഷിക്കിൻ്റെ തോല് മറ്റേ കണ്ടാമൃഗത്തിൻ്റെ തോലാണ്. അതുകൊണ്ട് ആഷിക്കിന് തണുപ്പൊന്നും ഏൽക്കൂല. പക്ഷെ കിരൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കിരണ് നല്ല തണുക്കുണ്ട്. അതുകൊണ്ട് കിരൺ കെട്ടി കൂട്ടിയിട്ട് വന്നിക്കണ്. സംഭവം പിന്നെ ഇവിടെ കയറുന്നതിന് പിന്നെ പനി പിടിച്ച് പതിനെട്ട് കുളമ്പലും വേറെ സെറ്റ് ജീവിക്കണത്. ബാസില് ഫുള്ള് സെറ്റാണ്. ബാസിലാണ് ഞങ്ങളതിൽ മെയിൻ ട്രിപ്പർ. അതെ, ബാസിൽ കുറേ പ്രാവശ്യം പോകണ വിഷയമില്ല. ഇപ്പം നമ്മളിവിടുത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കുറച്ചായി ഇരുന്നിട്ട് നമ്മളെ വണ്ടിയിൽ തോഷിൽ പോകാൻ, നമ്മുടെ സ്റ്റേ അവിടെയാണ്. അപ്പോൾ തോഷിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ്